പ്രവാസ ലോകത്തെ വാർത്തകൾ. കുവൈറ്റ് വിമാനത്താവളത്തിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വലഞ്ഞ യാത്രക്കാർ വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. ബുധനാഴ്ച പുലർച്ചെ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിലുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. മരിച്ചയാളെക്കുറിച്ചും പരിക്കേറ്റവരെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ടിരുന്ന കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചു. യാത്രക്കാർക്ക് അവരുടെ വിമാനങ്ങളുടെ പുതുക്കിയ സമയക്രമം സംബന്ധിച്ച വിവരങ്ങൾ നേരിട്ട് അറിയിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളം ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സിവിലിയൻ കേന്ദ്രങ്ങളെയും ചില നയതന്ത്ര കാര്യാലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം. ഇത്തരത്തിലുള്ള ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യാന്തര നിയമങ്ങൾ അനുസരിച്ച് ഇറാന്റെ നിയമവിരുദ്ധമായ നീക്കങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ കുവൈറ്റിന് പൂർണ്ണമായ അവകാശമുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ ചികിത്സ തേടിയെത്തുന്ന വിദേശികൾക്ക് സ്മാർട്ട് മെഡിക്കൽ വിസ പദ്ധതി അവതരിപ്പിച്ചു. ദുബായ് ഹെൽത്ത് അതോറിറ്റിയും ദുബായ് താമസ കുടിയേറ്റ വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചികിത്സയ്ക്കായി ദുബായിലെത്തുന്നവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായാണ് സ്മാർട്ട് മെഡിക്കൽ വിസ പദ്ധതി അവതരിപ്പിച്ചത്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയും ദുബായ് താമസ കുടിയേറ്റ വകുപ്പും തമ്മിൽ ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചു. രോഗി സ്വന്തം രാജ്യത്ത് നിന്ന് യാത്ര ആസൂത്രണം ചെയ്യുന്ന ഘട്ടം മുതൽ ചികിത്സയും തുടർ പരിചരണവും പൂർത്തിയാകുന്നതുവരെ ആവശ്യമായ സേവനങ്ങൾ ഏകോപിപ്പിച്ച് നൽകാൻ ഇരു സ്ഥാപനങ്ങളും സംയുക്തമായി പ്രവർത്തിക്കും. മെഡിക്കൽ വിസ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനൊപ്പം താമസ വിസ ആരോഗ്യ സേവനങ്ങൾ എന്നിവയെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന സംവിധാനവും ഇതിന്റെ ഭാഗമാകും. ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനങ്ങളുമായി തടസ്സമില്ലാതെ ബന്ധിപ്പിക്കുന്നതിനും ഈ പദ്ധതി സഹായിക്കും. ദുബായ് ഹെൽത്ത് എക്സ്പീരിയൻസ് അംഗങ്ങളായ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് UAEക്ക് പുറത്തുനിന്നുള്ള രോഗികളുടെ വിസ അപേക്ഷകൾ കൂടുതൽ കാര്യക്ഷമമായി സമർപ്പിക്കാൻ പുതിയ സംവിധാനം വഴി സാധിക്കും. നിലവിൽ ദുബായിൽ 90 അല്ലെങ്കിൽ 180 ദിവസത്തെ മെഡിക്കൽ ടൂറിസം വിസ ലഭ്യമാണ്. സിംഗിൾ, മൾട്ടിപ്പിൾ എൻട്രി സൗകര്യങ്ങളുള്ള ഈ വിസകൾ ചികിത്സാ കാലയളവ് നീളുന്ന സാഹചര്യത്തിൽ പുതുക്കി നൽകാനും സൗകര്യമുണ്ട്. കൂടാതെ രോഗികളുടെ കൂടെ വരുന്നവർക്കായി പ്രത്യേക വിസയും ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.